അവർ എൻ്റെ അടുത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താണ്, സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിയതാണ്, അത്രേ ഉള്ളൂ. അത് മറ്റേ ഇവർ ED ഓഫീസിൽ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടോ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്, അത്രേ ഉള്ളൂ. പൈസ അടയ്ക്കലും അടയ്ക്കാതിരിക്കലും അല്ല, അത് സംബന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവർ ചോദിച്ചു, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കും. KB ശ്രീധരനാണ് വിവരങ്ങളുമായി. ശ്രീധരൻ, ഈ പണത്തിൻ്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട എന്താ കാര്യങ്ങൾ ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി എന്ന് ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണമുണ്ടോ? CPMന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. അതായത് ഈ ബാങ്ക് നടപടികൾക്ക് ശേഷം, ആദായ നികുതി വകുപ്പിൻ്റെ നടപടികൾക്ക് ശേഷം പുറത്തു വന്ന ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞത്, എൻ്റെ മൊഴിയെടുത്തു, മൊഴി രേഖപ്പെടുത്തി, ED അന്വേഷണത്തിൻ്റെ തുടർച്ചയാണ് ഈ മൊഴിയെടുപ്പ് എന്നുള്ള ഒരു പ്രതികരണമാണ് MM വർഗീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും നമുക്ക് മനസ്സിലാവുന്ന വിവരമനുസരിച്ച്, ആദായ നികുതി വകുപ്പ് വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നതനുസരിച്ച്, കഴിഞ്ഞ അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 1 കോടി രൂപ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡ് ശാഖയിൽ നിന്ന് CPM നേതൃത്വം പിൻവലിച്ചിരുന്നു. ഈ അക്കൗണ്ട് പിന്നീട് ED മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് വകുപ്പിൻ്റെ നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ അക്കൗണ്ടിലേക്ക് പണം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ജില്ലാ സെക്രട്ടറി അവിടേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എത്തിയത്. നേരത്തെ ഈ പണം പിൻവലിക്കുമ്പോൾ ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നുമില്ല. എന്നാൽ ഇന്ന് ഈ പണവുമായി എത്തിയപ്പോൾ ആദായ നികുതി വകുപ്പിനെ ബാങ്ക് അധികൃതർ വിവരം അറിയിച്ചു. ഇതനുസരിച്ച് അവരെത്തി. ഏതായാലും ഇത് സംബന്ധിച്ച മൊഴി വിശദമായി എടുത്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ IT ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് എന്താണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞതെന്ന കാര്യത്തെ സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. ഏതായാലും ഒടുവിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ തുക, അതായത് ഈ 1 കോടി രൂപ എന്നുള്ളത് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇക്കാര്യത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടുമില്ല. നേരത്തെ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുമൊക്കെ EDയുടെ അന്വേഷണ മുനമ്പിൽ നിൽക്കുകയാണ് CPM തൃശൂർ ജില്ലാ നേതൃത്വം. അതിനിടയിലാണ് ഇപ്പോൾ ഈ പണം തിരിച്ചടയ്ക്കാനുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് പണം പിൻവലിച്ചപ്പോൾ എടുത്ത അതേ സീരിയൽ നമ്പറിലുള്ള നോട്ടുകളാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പണത്തിന്റെ ഉറവിടം ഇതുവരെ എന്താണ് എന്ന് കൃത്യമായിട്ട് CPM ജില്ലാ നേതൃത്വത്തിന് പറയാനായിട്ടുണ്ടോ, ബോധിപ്പിക്കാനായിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ അറിയാനുള്ളത്. ശരി, അക്കാര്യത്തിലാണ് ഇനിയും വിശദീകരണം വേണ്ടത്. KB ശ്രീധരനാണ് ആ വിവരങ്ങൾ നൽകിയത്.